ഗൈസ്, അപ്പം നമുക്കിന്ന് റവ കേസരി ഉണ്ടാക്കാം. അപ്പോൾ ചന്തു കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് കേസരി എന്നാക്കി കൊടുക്കൂ, ആക്കി താണേ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആക്കാമെന്ന്. പിന്നെ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കണം എന്നാണല്ലോ. പിന്നെ നമ്മുടെ കാര്യത്തിൽ ഇത് കുട്ടിയല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ കേസരി ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങ് വൈകുന്നേരമായപ്പോൾ നമ്മളങ്ങ് തുടങ്ങി. എൻ്റെ പേര് ഇച്ചും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയാണ് ഇത് ചേർക്കുന്നത്. പിന്നെ കേസരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് ബോറാക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കി മനുഷ്യന്മാരെ കൈയുടെ ഉപ്പാട് ഇളകിയെന്ന് തന്നെ പറയാം. കൈവേന എടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ. ഞാൻ ഒരു കപ്പോളം റവക്ക് ഒരു 1.5 കപ്പ് വെള്ളവും ഒരു കപ്പ് പോലെ ഇല്ല കേട്ടോ പഞ്ചസാര, അത്രയും പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ എങ്ങോട്ട് നിങ്ങൾ ചേർത്തോളൂ. പിന്നെ നെയ്യ് കൂടുതൽ ചേർക്കുന്നോറും ടേസ്റ്റ് കൂടി വരും ഗൈസ്. അതുകൊണ്ട് നെയ്യ് നന്നായിട്ട് ചേർത്തോളൂ. അങ്ങനെ ചന്തു വന്നപ്പോൾ തന്നെ ഇത് വേഗം കൊടുക്കണമല്ലോ. അങ്ങനെ ആ ചൂടോടെ ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് വേഗം ഷേപ്പ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചന്തു വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവളോട് ഇതായി തുറന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവൾ മുട്ടുന്നതൊക്കെ കണ്ടിട്ട് ഇച്ചു ഓടി വരികയാണ്. അവന് മുട്ടണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടച്ചു വെച്ച് വീണ്ടും ഇച്ചു മുട്ടി തുറന്നു നോക്കി. ഇനി അവരൊന്ന് തിന്ന് നോക്കട്ടെ. അങ്ങനെ 2 പേര് തിന്നിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സംഭവം അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു, ചന്തുവിന് ഇഷ്ടപ്പെട്ടു, ഇച്ചുവിനും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ, സീ യു.